പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ താനൂർ ഹാർബറിൽ ചെറിയ മത്സ്യങ്ങൾ പിടിച്ചാൽ നമുക്ക് പിന്നീട് മീൻ കിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് വളരെ സ്നേഹപൂർവ്വം കേട്ടു നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെ നമുക്കിതിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കട്ടോ. ആത്മാർത്ഥതയോടെ ഈ കാര്യം പറയുന്ന ആ പോലീസുകാരനൊരു സല്യൂട്ട് കൊടുക്കട്ടോ നമുക്ക്. ഞങ്ങളെക്കാളും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം വളരെ സ്നേഹത്തോടെ പറയും മത്സ്യത്തൊഴിലാളികളോട്. അപ്പൊ ദയവ് വിചാരിച്ചിട്ട് കോരക്കാര് നിങ്ങളുടെ പേരാണ് ആഷിക്ക, അസർക്ക, ലത്തീഫ്ക, ജാബർക്ക, യൂൻസ്ക എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു തീരുമാനം എടുക്കുക. ഇത് എന്തിനാറിയോ? നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല. ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ശമ്പളം കിട്ടും, പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന പണിനോട് നമുക്ക് എന്തിട്ട് ഒരു കടപ്പാടുണ്ട്. അതുകൊണ്ട് മാത്രം പറയാം. അല്ലാതെ അപ്പൊ ഇതെടുത്ത് നിങ്ങൾ കേസ് എടുത്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നുമല്ല. അപ്പൊ ഇത് എന്നെ ശ്രമിക്കുന്നവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നാലെ ഞങ്ങൾ നടക്കണ്ട. അതേപോലെ പൊന്നാനിയും പിന്നെ നമ്മുടെ പരപ്പനങ്ങാടി അവരൊക്കെ വന്നാൽ അവിടെ ഒറ്റക്കെട്ടാണ്. ഇവിടെ എന്താ നമുക്ക് ഐക്യമില്ലാതിരിക്കാൻ കാരണം? ഇത് നമ്മൾ ചിന്തിക്കുക. ഇത് നമ്മൾ ചെയ്താൽ നമ്മളെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ കടലിന്റെ ഈ സമ്പത്തിനെ നശിപ്പിക്കുക. അപ്പൊ എന്തൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ എന്താ ചെയ്യൂല, ഞങ്ങള് ഈ ചെറിയ മീൻ, ഈ വലുപ്പം ചേർത്ത മീൻ വന്നാല് ഞങ്ങൾ അത് വെപ്പിക്കൂല. ഇവിടെ ഒരു തീരുമാനം റെഡിയാണ്. ആ മാതിരി കച്ചവടക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ദയവായിട്ട് എന്ത് ചെയ്യരുത്, ഇത് കൊള്ളരുത്, ഇത് വാങ്ങരുത്. വാങ്ങിയാലേ മറ്റുള്ളവർക്ക് പറ്റും. അപ്പം ഒരാൾ ഇവിടെ പ്രശ്നം തരും. ഒരാൾ വാങ്ങുമ്പോ ഓൾക്ക് കുറച്ച് പൈസ കിട്ടും. ആ മറ്റേ ആൾ എന്ത് ചെയ്യും? ഓൾക്ക് നമ്മളോട് ദേഷ്യവും. നമ്മൾ തലേ ദിവസം തട്ടിട്ട് സ്വാഭാവിക തെറ്റുകൾ മനുഷ്യന്മാർക്ക് വരും. നമ്മളൊന്നും എല്ലാം തികഞ്ഞ ആൾക്കാരല്ലോ. അപ്പൊ റെസ്റ്റോറന്റുമാര് വരും. അവരെ ഡ്യൂട്ടിക്കാണ് ഇവിടെ വരുന്നത്. അവരുടെ ശത്രുക്കളല്ല. നിങ്ങളൊപ്പം നിങ്ങളെ പിന്നെ സേവകരാണ് ഈ വിഷയത്തിൽ. നിങ്ങൾക്ക് റെസ്ക്യൂ വന്നാലും അല്ലെങ്കിൽ എന്ത് വിഷയത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം കേട്ടോ. ഞങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനല്ല. എല്ലാവരും കുടുംബം പോറ്റാൻ വേണ്ടി ഓരോരുത്തർക്കും ദൈവം ഓരോ തൊഴിലാണ്. ആ തൊഴിലാ ചെയ്യണം. അപ്പൊ ദയവ് വിചാരിച്ച് നാളെ എന്ത് ചെയ്യരുത്, ഈ പാപങ്ങൾ ചെയ്യരുത്. നാളത്തെ നമ്മളെ കടല് വറ്റും. ഒരു മത്തിയുടെ പൊട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണ്ടാവില്ല. കുടുംബം പട്ടിണിയാവും. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞങ്ങളെക്കാളും ചിന്തിക്കണ്ടേക്കണം. അങ്ങനത്തെ അവസ്ഥ നമുക്ക് വേണം. ഇവിടെ വരൾച്ച വേണോ? രാവിലെ മുതൽ അതുകൊണ്ട് ആളുകൾ ഇവിടെ കൃത്യമായിട്ടുണ്ടാവില്ല. ഞങ്ങൾ റെസ്ക്യൂ ഗാർഡുമാരുണ്ട്. നമ്മൾ 2-3 ആൾക്കാർ എത്തൂല. ഒരു ജില്ലയ്ക്ക് മൊത്തം 3 ആളാണുള്ളത് കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, പാലിക്കുക, സഹകരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് ഇനി ഇവിടെ കൂട്ടിക്കരുത് കേട്ടോ. അപ്പൊ എല്ലാരും ഉണ്ട്. അല്ല എന്ത് ഞങ്ങൾ റെസ്ക്യൂ ഗാർഡുമാരായിട്ടുള്ള ടീമൊക്കെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, സഹകരിക്കുക ചെയ്യരുത്.